ഇന്ന് വാലന്റൈൻസ് ഡേ. ഞാൻ ടിപ്പ് പറഞ്ഞു. ഹായ് ഗൈസ്, ഗുഡ് മോർണിംഗ്. ഇന്ന് വാലന്റൈൻസ് ഡേ. ഇന്നല്ല, ഇന്ന് 13-ാം തീയതിയാണ്. നാളെയാണ് വാലന്റൈൻസ് ഡേ. നിങ്ങളിത് കാണുമ്പോൾ ചിലപ്പോൾ വാലന്റൈൻസ് ഡേൻ്റെ അന്നതാവും. ഓരോ ദിവസങ്ങളിലെ ഞാൻ ടിപ്പ് പറഞ്ഞു. എന്താ, ബോയ് ഒരു ഗേൾ വാലന്റൈൻസ് ഡേക്ക് പാർട്ണറെ നിങ്ങൾക്ക് ഗിഫ്റ്റ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ ഒരു കാര്യം പറയാം. ഇപ്പോൾ ഗേൾസാണ് ബോയ്സിന് ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ടെങ്കിൽ ചെറിയ അതേപോലത്തെ പല കാറും ഇതിൻ്റെയൊക്കെ മിനിയേച്ചറൊക്കെ കിട്ടും. അതുകൊണ്ട് അതിനൊക്കെ മേടിച്ചു കൊടുക്കുക. അല്ലെങ്കിൽ റിമോട്ട് കാറൊക്കെ മേടിച്ചു കൊടുക്കുക. അതല്ലാത്തവർക്ക് എന്തെങ്കിലും മേടിച്ചു കൊടുക്കുക. ബോയ്സ് ഗേൾസിനാണ് മേടിച്ചു കൊടുക്കുന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. എനിക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും നിങ്ങളെ സ്വന്തം ഇതുകൊണ്ട് എന്തെങ്കിലും മേടിച്ചു കൊടുത്താൽ മതി. ഇന്ന സാധനം ഒന്നുമില്ല. അതങ്ങനെയാണ്. പിന്നെ ഈ ഒരു ദിവസം ഈ കപ്പിൾസ് ആയവർക്ക് മാത്രമല്ല കേട്ടോ. സിംഗിളായി നിൽക്കുന്നവർക്ക് പറഞ്ഞുതരാം. എന്നെപ്പോലെ സിംഗിളായി നിൽക്കുന്നവർക്ക് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾക്ക് തന്നെ ഒരു ഗിഫ്റ്റൊക്കെ മേടിച്ചു കൊടുത്തോളൂ. പിന്നെ നമുക്ക് ഗിഫ്റ്റ് കൊടുക്കാം, പെങ്ങൾക്ക് ഗിഫ്റ്റ് കൊടുക്കാം, ബ്രദറിന് ഗിഫ്റ്റ് കൊടുക്കുക. ആർക്ക് അങ്ങനെയാണ് കുറേ ആൾക്ക് കൊടുക്കുക. കപ്പിളായിരിക്കും മാത്രം കൊടുത്താൽ പോരാ. ഈ ഒരു വാലന്റൈൻസ് ഡേക്ക് നാട്ടിൽ വരാൻ പോകുന്ന കുറച്ച് സ്റ്റാറ്റസും കാര്യങ്ങൾ ഞാൻ പറഞ്ഞത്. കുറച്ച് ആൾക്കാർ വാലന്റൈൻസിൻ്റെ എന്തെങ്കിലും ഇടും. പിന്നെ കുറച്ച് ആൾക്കാർ മറ്റേ ഫെബ്രുവരി 14-ാം തീയതി ഒരു അറ്റാക്ക് നടന്നില്ലേ ഇന്ത്യയിൽ, താജാറും അതിൻ്റെ ചിലപ്പോൾ ഇടാൻ ചാൻസ് ഉണ്ട്. നമുക്ക് രാജ്യസ്നേഹം ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ വരുള്ളൂ. ഇങ്ങനെ കുറച്ച് ദിവസങ്ങൾ മാത്രം രാജ്യസ്നേഹം വരുന്ന കുറേ ആൾക്കാരുണ്ട്. പ്രഹസനം അത്രേ ഉള്ളൂ. അപ്പോൾ ഇന്ന് ഗിഫ്റ്റ് മേടിച്ച് കൊടുക്കാനുള്ളവരും ഗിഫ്റ്റ് മേടിച്ച് കൊടുത്തവരും ഹാപ്പി വാലന്റൈൻസ് ഡേ. അപ്പോൾ ശരി, ബൈ. തെറ്റിദ്ധരിക്കേണ്ട. രാജ്യസ്നേഹം തന്നെ പ്രഹസനം എന്ന് പറഞ്ഞത് ഈ ഒരു ദിവസങ്ങളിൽ മാത്രം സ്റ്റോറി ഇടുന്നവർ കേട്ടോ. പിന്നെ സ്റ്റോറി ഇട്ട് തന്നെ രാജ്യസ്നേഹം കാണിക്കണമെന്നില്ല കേട്ടോ. അപ്പോൾ ചോദിക്കും പ്രേമിക്കാനൊരു ദിവസം വേണം. അതിനൊരു പ്രത്യേകിച്ച് ദിവസമൊന്നുമില്ല. ഓക്കെ, ബൈ.